പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്ത ഷാസ് ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ഹൂ എന്ന നമ്മുടെ പുതിയ വർക്ക്, അതിലെ ഒന്നാമത്തെ പാട്ട് കലിമ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഈ വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ മദ്രസകളിൽ പഠിച്ച 5 ഇസ്ലാം കാര്യങ്ങളും 6 ഈമാൻ കാര്യങ്ങളും അത് അന്ന് പഠിച്ചു മറന്നവരായിരിക്കും നമ്മളിൽ ഏറിയ പങ്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അല്ലെങ്കിൽ അതിന്റെ ബാഹ്യാർത്ഥം മാത്രം മനസ്സിലാക്കി അതിന്റെ ആന്തരിക തലങ്ങളിൽ ഉൾക്കൊള്ളാനോ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനോ പറ്റാതെ പോയവരായിരിക്കാം നമ്മളിൽ പലരും. അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകളാണ് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ അതിനെ പഠിച്ചു മറന്നവരാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇതിലെ ഗാനങ്ങൾ. ഇതിന്റെ ആത്മീയ തലങ്ങളെയാണ്, അതിന്റെ ഒരു രത്ന ചുരുക്കത്തെയാണ് ഓരോ പാട്ടിലും പറഞ്ഞു പോകുന്നത്. കലിമയാണ് ആദ്യം ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. തുടർന്ന് ബാക്കി ഇസ്ലാം കാര്യങ്ങളിലെ 4 കാര്യങ്ങളും പിന്നീട് വരുന്ന ഈമാൻ കാര്യങ്ങളിലെ 6 കാര്യങ്ങളും പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. ഇത് ചെയ്തിരിക്കുന്നത് തീർത്തും മറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ശ്രദ്ധ മുഴുവൻ ഈ ഒരു ലിറിക്സിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ആലാപനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അർത്ഥതലങ്ങൾ അന്വേഷിച്ച് പോകുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ട്രഡീഷണൽ ദഫ് ഉപയോഗിച്ച്, അത് ദഫിന്റെ അല്ലെങ്കിൽ അത്തരം കലകളുടെ കുലപതികളിൽ ഒരാളായിട്ടുള്ള, ഇന്ന് ജീവിച്ചിരിക്കുന്ന ലെജൻസിൽ ഒരാളായിട്ടുള്ള കോയ കാപ്പാട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ ദഫ്. അതോടൊപ്പം തന്നെ അക്കപ്പല്ല വോക്കൽസ് അത് അറേഞ്ച് ചെയ്തത് നമ്മുടെ മനു രമേശനാണ്, എൻ്റെ പ്രിയ സുഹൃത്തും പ്രശസ്ത മ്യൂസീഷ്യനുമാണ്. അപ്പോൾ ഒന്നാമത്തെ പാട്ട് ഷമ്മാസ് ഗനാലൂരാണ് പാടിയിരിക്കുന്നത്. ഷഹാദത്തിനെ കുറിച്ചാണ്. ഷഹാദത്തിന് ഷർത്തുകളും ഫർളുകളും ഉള്ളത് പലരും മറന്നുപോയിട്ടുണ്ടാവും. അതിന്റെ സൂചനകൾ വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കൂടുതൽ വിശദീകരിച്ച് പറയാൻ വേണ്ടി ഈ വർക്ക് റിലീസായതിനു ശേഷം ഈ പാട്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ചോദിച്ചാൽ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ പിന്നീടൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. എന്നാലും അതിൻ്റെ ഒരു ചെറിയ വശം ഞാൻ പറയാം. പൊതുവെ ഈ ഇസ്ലാം കാര്യങ്ങൾ 5 കർമ്മമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ പലരും അത് ഷഹാദത്ത് മാത്രം, അതായത് ഈ ബാക്കി 4 കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്ക് ആദ്യം വേണ്ട അടിത്തറ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അത് ആർക്ക് വേണ്ടി എന്തിനെങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ ആദ്യത്തെ ഷഹാദത്ത്, ആ 2 കലിമകൾ നമുക്ക് നിർബന്ധമാണ്. അതിന്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കണം. അത് ഫേലിയാണോ കൗലിയാണോ കൽബിയാണോ എന്നുള്ളത് തിരിയണം. കരുതാനും പറയാനും പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പൊ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഷഹാദത്തിനെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്ക് ഉണർത്താനാണ് ഈ പാട്ട്. ഷഹാദത്തിനെ സംബന്ധിച്ചിടത്തോളം പലരും പിതൃത്വം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു മുസ്ലിം നാമധാരിയുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം കൾച്ചറുള്ള ഒരു ഇസ്ലാമിക് കൾച്ചറിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ട്, ആ പരമ്പരയിൽ ജനിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഷഹാദത്തിലായി, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതമോ അല്ലെങ്കിൽ ദൈവവിശ്വാസമോ പിതൃത്വം കൊണ്ട് കിട്ടും എന്നുള്ള ഒരു ധാരണ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെയൊക്കെ പിതൃത്വം എന്തായിരുന്നു, ശേഷം അവർക്ക് ഉണ്ടായ തിരിച്ചറിവിൽ നിന്നും പിൽക്കാലത്ത് അവർ പ്രവാചക ദൗത്യത്തിൽ വന്നവരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളോട് പാലിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏത് വിധത്തിലാണെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഷഹാദത്ത് എന്താണെന്ന് മനസ്സിലാവും. അത് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ നേരിട്ട് ഒരു സംഗതിയെ കാണണം, അല്ലെങ്കിൽ കണ്ടവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അത് തൊട്ടറിഞ്ഞ് കരങ്ങളിലൂടെ ഏറ്റുവാങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത്തരത്തിലൊരു ധാരയാണ് സൂഫി ധാര. തസവുഫിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക്, അന്വേഷികൾക്ക് തീർച്ചയായിട്ടും മൻജദ്ദ വജദ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അന്വേഷിച്ചാൽ അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും ദൈവത്തിന്റെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ പറയാൻ നമ്മളെ കടമയാണ്. കാരണം നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മളിൽ എന്തെങ്കിലും ഒരു ഗുണം കാണുമ്പോൾ ഇതെങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക്
നമ്മളെ ദൈവത്തെക്കുറിച്ച് പറയാൻ, വാചാലനാകാൻ, അല്ലെങ്കിൽ ദൈവത്തെ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരെ കുറിച്ച്, അല്ലെ നമ്മൾ കലിമയിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. അത് ഏത് തിരക്കിനെടുക്കും നമ്മളെ താല്പര്യം പോലെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെറിയ ചെറിയ മൊബൈലിലൊക്കെ വരുന്ന ആപ്ലിക്കേഷൻ, പുതിയ ആപ്പുകളെ കുറിച്ചൊക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് നമുക്ക് മുൻ അറിവുണ്ടായിരുന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പുതുതായിട്ട് പരിചയപ്പെടുത്തപ്പെടുമ്പോൾ നമ്മുടെ അറിവ് നേടിയെടുക്കൽ 5 മിനിറ്റിനുള്ളിലൊക്കെയാണ് നടക്കുന്നത്. പിന്നീട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആരും കാണിച്ചേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം നമുക്ക് പഠിക്കേണ്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന താല്പര്യമുണ്ടല്ലോ. അതുപോലെ ജീവിതത്തിലെ നിഖില മേഖലകളിലും നമുക്ക് നേടണം എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന താല്പര്യം, ആ ഒരു പാഷൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ, ഈ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ചും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഗായിബായ മറഞ്ഞ ഇൽമുകളെ തേടുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷഹാദത്തിന്റെ മഹത്വം എത്രത്തോളമുണ്ട്, അതിന്റെ ഉത്തരവാദിത്തം എത്രത്തോളമുണ്ട്, അതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഷഹാദത്ത് എന്ന് മനസ്സിലാവും. അപ്പൊ ഷഹാദത്തിന്റെ ഷർത്തുകളെ പറഞ്ഞുകൊണ്ട് പിന്നെ തുടങ്ങി വെച്ച് എന്താണ് ഷഹാദത്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു രത്ന ചുരുക്കം, ഒരു ചെറിയ ഒരു 1 ലൈൻ ടോട്ടൽ ഷഹാദത്തിന്റെ ഡെപ്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ ഈ പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആസ്വദിക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഹൂൽ തുടർന്നും മറ്റൊരുപാട് ഗായകർ പാടിയിട്ടുണ്ട്. 11 പാട്ടുകാരാണ് 11 വിഷയങ്ങളും പാടിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ട ഗായകരൊക്കെ തന്നെയാണ്. ഓരോ പാട്ടിനൊപ്പവും അതത് ഗായകരെ ഞാൻ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഇതൊരു നല്ല പൊരുളാണെന്ന് മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മികച്ച അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഹൂലിലെ 1ാമത്തെ ഗാനമായ കലിമ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ഷാഫി. കലിമ കൊയ്ത് കലിമയേറ്റ് കലിമ ചെയ്ത് കലിമ നെയ്ത് മുഅ്മിനാകുക, മുസ്ലിമാകുക, മുഹ്സിനാകുക നീ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാഹ്. അശ്ഹദു ആശ്വാസമേ ആപാദചൂഢം ആത്മീയ പാഠം ആവേശപാണം അഹദൂനിൽ വേണം. അളവറ്റ ഗുണഗണ മഹിമയിൽ അവനിട്ട റൂഹിൻ പൊരുളറിയണം. അല്ലാഹ് അല്ലാഹു റബ്ബി ഇല്ല വേറൊരു റഹീം. അല്ലാഹ് അല്ലാഹു റബ്ബി ഇല്ല വേറൊരു റഹീം. അഫ്വലുല്ലാഹി അറിയണം അലിഫിൽ സിദ്ഖ് റസൂൽ നിറയണം ഖൽബിൽ. ശക്ക് വരാതെ മൊഴിയണം നാവിൽ. ശിർക്കിന്റെ തോൽ ഉരിയണം ഉടലിൽ. അഹ്മദര മുഹമ്മദിയത്തിൻ സിറുകൾ അകം നിറയെ മറയൊഴിയെ നീ കാണണം. റബ്ബും റസൂലും ഹഖും വഖൗഫും തരമിലുണരേണം. തെളിവിൽ നുകരേണം. കലിമ വെറുമിരുവരികളോ കടമയോ